സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ബെക്കി, ഹണ്ടർ എന്നീ സുഹൃത്തുക്കളാണ്. ഒരു വർഷം മുൻപ് ബെക്കിയുടെ ഭർത്താവ് ഡാൻ ഹണ്ടറും ബെക്കിയും ഒരുമിച്ച് കുന്നിൻമുകളിൽ കയറുമ്പോൾ സംഭവിച്ച അപകടത്തിൽ മരിക്കുന്നു. ഈ ദുരന്തത്തിൽ നിന്ന് ബെക്കിക്ക് പുറത്തുവരാൻ കഴിയുന്നില്ല. അതിനാൽ സാഹസികത ഇഷ്ടപ്പെടുന്ന ഹണ്ടർ ബെക്കിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു സാഹസിക യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി അവർ 2000 അടി ഉയരമുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ റേഡിയോ ടവറിൽ കയറാൻ തീരുമാനിക്കുന്നു. അവർ ടവറിന്റെ മുകളിലെത്തുകയും അവിടെ നിന്ന് അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുകയും ചിത്രങ്ങളെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ തിരികെ താഴെ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ടവറിലെ തുരുമ്പിച്ച ഏണി പൊട്ടിപ്പോകുന്നു. ഇതോടെ അവർക്ക് താഴെ ഇറങ്ങാൻ കഴിയാതെ വരുന്നു. പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള അവരുടെ ഫോണുകൾ ടവറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണുപോയിരുന്നു. അതിജീവനത്തിനായുള്ള പോരാട്ടം, ഭക്ഷണവും വെള്ളവുമില്ലാതെ കനത്ത കാറ്റും ചൂടും സഹിച്ചുകൊണ്ട് അവർ ആ ചെറിയ പ്ലാറ്റ്ഫോമിൽ കുടുങ്ങുന്നു. പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. മുകളിലുള്ള ചെറിയ ടവറിന്റെ ആന്റിനയിൽ ഫോൺ കുടുങ്ങിയതിനാൽ അവർക്കത് എടുക്കാൻ കഴിയാതെ വന്നു. താഴെ വീണുപോയ ഫോൺ എടുക്കാൻ ഹണ്ടർ ഒരു സാഹസം കാണിക്കുന്നു. ഒരു കയറിൽ തൂങ്ങിക്കൊണ്ട് ഹണ്ടർ ഫോൺ എടുക്കുന്നു. അത് ഉപയോഗിച്ച് ഒരു സഹായ സന്ദേശം അയക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ടവറിന് മുകളിൽ ഫോണിന് റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ആ ശ്രമം പരാജയപ്പെട്ടു. ഹണ്ടർ കരുതിയിരുന്ന ഡ്രോൺ ഉപയോഗിച്ച് സഹായം ചോദിക്കാൻ അവർ ശ്രമിക്കുന്നു. ഫോണിൽ ഒരു മെസ്സേജ് എഴുതി അത് ഡ്രോണിൽ കെട്ടിവെച്ച് അടുത്തൊരു റെസ്റ്റോറന്റിലേക്ക് അയക്കുന്നു. എന്നാൽ അത് വഴി വന്ന ഒരു ട്രക്ക് ഡ്രോൺ തകർത്തു. ഇതിനിടയിൽ ഹണ്ടർ ടവറിൽ നിന്ന് താഴേക്ക് വീണു മരിക്കുന്നു. പക്ഷേ ബെക്കി ഇത് ആദ്യം അറിയുന്നില്ല. ഹണ്ടർ ഒരു കയറിന്റെ സഹായത്തിൽ താഴെ വീണ തന്റെ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ അവൾ താഴേക്ക് വീഴുന്നതും ബെക്കി കാണുന്നുണ്ട്. സിനിമയുടെ അവസാനം ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നു. ഒരു കഴുകൻ ഹണ്ടറുടെ ശരീരത്തിന് മുകളിലിരിക്കുന്നത് ബെക്കി കാണുമ്പോൾ മാത്രമാണ് അവൾക്ക് ഹണ്ടർ മരിച്ചു എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് ഹണ്ടറുടെ ശരീരം ഉപയോഗിച്ച് സഹായം ചോദിക്കുന്ന ഒരു സന്ദേശം താഴേക്ക് അയക്കാൻ ബെക്കി ശ്രമിക്കുന്നു. ഹണ്ടറുടെ ഫോൺ മൃതദേഹത്തോടൊപ്പമുണ്ട്. ഹണ്ടറുടെ ഫോൺ എടുക്കാനായി ബെക്കി ഒരു തുണിയുടെ സഹായത്തിൽ താഴേക്കിറങ്ങുന്നു. അവിടെ നിന്ന് അവൾ ഹണ്ടറുടെ ഫോൺ ഉപയോഗിച്ച് റേഞ്ച് കിട്ടാനായി ടവറിന്റെ മുകളിൽ വെച്ച് രക്ഷപ്പെടുന്നു. ഈ സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സ്ഥലത്തെത്തി ബെക്കിയെ രക്ഷിക്കുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. സാഹസികതയും അതിജീവനവും കോർത്തിണക്കിയ ഈ സിനിമ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ഒരുപാട് രംഗങ്ങളാൽ സമ്പന്നമാണ്.